ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ മോഷണം പോയതായി അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നലെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ വായിച്ചു, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധന. ആ പരിശോധനയിൽ സ്വർണപ്പാളികൾ മോഷണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അവിടെ ആ ശബരിമലയിലെ കൊള്ളയുടെ അതിന് സൂത്രധാരകനായി പ്രവർത്തിച്ച ആളുകൾ, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, അങ്ങനെ നിരവധി ആളുകളെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കമുള്ളവർ അറസ്റ്റിലായി 3 മാസം കഴിയാറായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 90 ദിവസം കഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാര് ശബരിമലയിലേക്ക് പിടിച്ചു കയറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി CPM നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി നടത്തിയ വലിയ കൊള്ള, ആ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ട് ഏതാണ്ട് 3 മാസമാകാൻ പോകുന്നു. ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്താ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത്? 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഈ മെല്ലെപ്പോക്ക് എന്നുള്ള സംശയമാണ് കേരളത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ളത്. സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നിയന്ത്രണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് നിഷ്പക്ഷമായി അന്വേഷിക്കാൻ കഴിയില്ല. ഉന്നത CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഈ കേസ് CBIയെ ഏൽപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. SIT കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. പക്ഷേ SITയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അത് കേരള സർക്കാരിൻ്റെതാണ്, ആഭ്യന്തരമന്ത്രിയുടേതാണ്. അപ്പൊ സ്വാഭാവികമായും SITയുടെ അന്വേഷണം വഴിതെറ്റിക്കാനും SITയുടെ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള സംശയം അത് ഈ നാട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിയാൽ അത് നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള അന്വേഷണമായിട്ട് പര്യവസാനിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ അന്വേഷണം CBIയെ ഏൽപ്പിക്കണം. മറ്റു പലരെയും ചോദ്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ അറിയിച്ച് ലൈവ് വാർത്തകൾ നൽകിയ പോലീസ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായിട്ടാണ് വെച്ചത്. ചോദ്യം ചെയ്ത് 3-4 ദിവസത്തിന് ശേഷമാണ് വിവരം പുറത്തുവന്നത്. മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത് ആരും അറിയരുതെന്ന് നിർബന്ധമുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുണ്ടെന്നും ഇത് കള്ളനും പോലീസും തമ്മിലുള്ള കളിയാണെന്നും മുരളീധരൻ പരിഹസിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തുവെന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. എത്ര ദിവസം കഴിഞ്ഞിട്ട്? 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം. ബാക്കി പല ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അവർ ചോദ്യം ചെയ്യുന്ന SITയുടെ മുന്നിൽ ഹാജരാകുന്നതും ഒക്കെ മാധ്യമങ്ങൾ നേരിട്ട്
ലൈവായിട്ട് ലോകത്തെ കാണിച്ചു. ശബരിമല തന്ത്രിയെ വിളിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഇഞ്ചക്കലുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതൊക്കെ അതത് നിമിഷങ്ങൾ അതത് സമയത്ത് തന്നെ തത്സമയ സംപ്രേഷണമായിട്ട് മാധ്യമങ്ങൾ ലോകത്തെ അറിയിച്ചു. കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ എന്താ ഈ ലൈവാവാതിരുന്നത്? കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ SITയുടെ മുന്നിൽ ഹാജരാകുന്നത് മാധ്യമങ്ങളുടെ മുന്നിലാകരുത്, മാധ്യമ ക്യാമറകളുടെ മുന്നിലാകരുത് എന്ന് ജാഗ്രതയുള്ള SITയിലെ ഉദ്യോഗസ്ഥന്മാരാരും ഉണ്ട്. ആ ജാഗ്രത കാരണമാണല്ലോ ആരെയും അറിയിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്ന ബാക്കി എല്ലാവരും, തന്ത്രി അടക്കമുള്ള ആളുകള്, അവരെ വിളിച്ചു വരുത്തുന്നത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അറിയിപ്പ് മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് എന്തെങ്കിലും പ്രത്യേക പരിഗണന കാണിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം അങ്ങനെ ഒരു മുൻ മന്ത്രിയെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു എന്നുള്ള വാർത്ത ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ആളുകൾ ആ SITയിലുണ്ട്. കള്ള, കടകംപള്ളി, സ്വർണ്ണക്കള്ള തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് വെങ്ങാനൂർ സതീഷ് തുടങ്ങിയ നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അയ്യപ്പസ്വാമിയുടെ നടയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണമാണ് ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെ മോഷ്ടിക്കപ്പെട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.